ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ അതിന്റെ പര്യവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒറ്റ പരീക്ഷ മാത്രമേ ബാക്കിയുള്ളൂ, നമ്മുടെ സ്വന്തം സോഷ്യൽ സയൻസ് ആണ്. ഡോണ്ട് വറി. നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ഏറ്റവും സിമ്പിൾ എക്സാം, നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന ഏറ്റവും എളുപ്പത്തിൽ വളരെ കൂളായിട്ട് പരീക്ഷ ആളുന്നു. നിങ്ങളുടെ ആൻസർ പേപ്പർ ടീച്ചേഴ്സിന് തിരിച്ചു കൊടുത്ത് വളരെ കൂളായിട്ട് സ്ലോ മോഷൻ നിങ്ങൾ ഇറങ്ങിപ്പോകും സോഷ്യൽ പരീക്ഷ. അത് എൻ്റെ ഉറപ്പാണ്, മൊയ്തീൻ്റെ ഉറപ്പല്ല, എൻ്റെ ഉറപ്പാണ്. എന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എസ് ചോദ്യമാണ്. ഏതാണ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുകളിലെ ചോദ്യമായിട്ട്, ഏറ്റവും അവസാനത്തിൻ്റെ തൊട്ട് മുകളിലെ എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാപ്റ്റർ 6 നിന്നും. നമ്പർ 1, അനലൈസ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസിന്റെ ബേസിൽ ഏതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ സമരം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ വർഷവും സ്ഥിരമായി ആ ചാപ്റ്റർ എന്ത് ചോദിക്കാറുണ്ട്. പിന്നെ എസ് ചോദിക്കാറുണ്ട്. സോ നോട്ട് ചെയ്ത് വെച്ചോ, എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മക്കളെ. ബേസിക്കലി നിസ്സാര സമരത്തിലേക്ക് ഗാന്ധിജി എത്താനുണ്ടായ കാരണം അത് നിങ്ങൾ എന്തായാലും ആദ്യം ഒന്ന് പറഞ്ഞിടണം. ഏതാണത്? അതാണ് നമുക്കറിയാം, നമ്മുടെ സ്വന്തം റൗലറ്റ് ആക്ട്, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ബ്ലാക്ക് ലോ അല്ലെങ്കിൽ ഒരു കരി നിയമം എന്ന് പറയാൻ സാധിക്കുന്ന നിയമമാണ് എന്താ, റൗലറ്റ് നിയമം. റൗലറ്റ് നിയമത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിലാണ് ഗാന്ധിജി ഇതിലേക്ക് കാലുവെക്കുന്നത്, ഒരു നാഷണൽ മൂവ്മെന്റിലേക്ക് കാലുവെക്കുന്നത്. അതിൽ ആദ്യത്തെ മൂവ്മെന്റ് ആയിരുന്നു എന്താ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. The first national level struggle by the Indian National Congress under the leadership of Mahatma Gandhi was the non-cooperation movement. ഇന്ദിരാഗാന്ധി അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി നടത്തിയ ആദ്യത്തെ സമരമാണ് എന്താ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിന്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, മഹാത്മാഗാന്ധി ഒരുപാട് കാര്യം നോൺ കോപ്പറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആരോട്? പിന്നെ നമ്മുടെ ഇന്ത്യക്കാരോട്, ബ്രിട്ടീഷുകാരോട് നോൺ കോപ്പറേറ്റ് ചെയ്യാൻ, നിസ്സഹകരിക്കാനാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോൺ കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണുള്ളത്? ആദ്യം ലോയേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് ദ കോർട്ട്. വക്കീലന്മാരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ ഇനി കോടതിയിൽ പോകരുത്, കോടതി നിങ്ങൾ ബഹിഷ്കരിക്കണം. വിദേശ വസ്തുക്കൾ നിങ്ങൾ ബഹിഷ്കരിക്കുക. എന്താണ്? ദ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ദ ഫോറിൻ ഗുഡ്സ്. നിങ്ങൾ ഇന്ത്യക്കാരായ ആളുകളെ, വിദേശികളുടെ ഒരു ബ്രിട്ടീഷുകാരിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വരുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബോയ്ക്കോട്ട് ദ ഇലക്ഷൻ. റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസ്, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക. ആൻഡ് നികുതി നൽകാതെ, ഡിനയൽ ഓഫ് ടാക്സ്, നികുതി നൽകാതിരിക്കുക. ആൻഡ് സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. എന്താണ്? വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. സോ ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമായി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ചാണ് എന്താ, ഈ പറയുന്ന ഗാന്ധിജിയുടെ പ്രപ്പോസൽസ് ആണ് എന്താ, ബഹിഷ്കരണ പ്രപ്പോസൽസ് പഠിച്ചു വെക്കുക. എന്നാൽ അതിനോട് എങ്ങനെ ജനങ്ങൾ റിയാക്ട് ചെയ്തു അതും ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് നേരെ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? ഔന്ന് സ്റ്റാർട്ട് അല്ലേ. ഔദിലെ ഫാമേഴ്സ് എന്ത് ചെയ്തു? റിഫ്യൂസ് ടു പേ ടാക്സ്. അവർ നികുതി കൊടുക്കില്ലെന്ന് അവരെന്ത് ചെയ്തു, അവർ പറഞ്ഞു. അതുപോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്ത് ആന്ധ്ര അവരെന്ത് ചെയ്തു, വന നിയമം ദ ഫോറസ്റ്റ് ലോ ലംഘിച്ചുകൊണ്ട് അവർ ഫോറസ്റ്റിലേക്ക് എന്ത് ചെയ്തു, അവർ പ്രവേശിച്ചു. അതുപോലെ തന്നെ ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റിഫ്യൂസ് ടു ക്യാരി ദ ലഗേജ് ഓഫ് കോളനിയൽ ഓഫീസ്. ഉത്തർപ്രദേശിലെ ഓഫീസർമാരുടെ, ബ്രിട്ടീഷ് ഓഫീസർമാരുടെ എന്താണ്, ചുമട് എടുക്കില്ലെന്ന് അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്തു, അവർ പറഞ്ഞു. അതുപോലെ തന്നെ വർക്കേഴ്സ് ചെക്ക് ദ വർക്ക്, എന്താണ്, ഇപ്പോൾ തൊഴിലാളികൾ പണിമുടക്കി. ലോയേഴ്സ് ബോയ്ക്കോട്ട് ദ കോർട്ട്, വക്കീലന്മാർ കോടതികൾ പോകാൻ വിസമ്മതിച്ചു. ആൻഡ് സ്റ്റുഡൻസ് ക്യൂട്ട് കോളേജ് ആൻഡ് സ്കൂൾ റൺ ബൈ ദ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സ്കൂളുകളും കോളേജുകളൊക്കെ എന്ത് ചെയ്തു, വിദ്യാർത്ഥികളും ബഹിഷ്കരിച്ചു. മഹാത്മാഗാന്ധി എന്താണോ ആഗ്രഹിച്ചത്, മഹാത്മാഗാന്ധി എന്താണോ ആവശ്യപ്പെട്ടത്, അത് കൃത്യമായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു അല്ലേ. ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൻസ് ബേൺ ഫോറിൻ ക്ലോത്ത് ഇൻ ദ സ്ട്രീറ്റ്. സ്ത്രീകളടക്കമുള്ള എന്താണ് ജനങ്ങൾ എവിടെ, വിദേശ വസ്ത്രങ്ങൾ എവിടെ, പൊതുനിരത്തിൽ റോഡിലെത്തു കത്തിച്ചു അല്ലേ. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആണ് മക്കളെ. ഇനി എസ് എങ്ങാനും ഈ ചാപ്റ്ററിന് എസ് എങ്ങാനും ചോദിച്ചില്ല എന്ന് വിചാരിക്കും. ഓക്കെ, എങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ 3 മാർക്കിന് ചോദ്യം ഞാൻ ചോദിക്കും കേട്ടോ. അത് കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചു. എന്താണ് ഗാന്ധിജി ഈ പറഞ്ഞ നിസ്സഹകരണ സമരം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമായിട്ട് ഗാന്ധിജി പറഞ്ഞ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഒന്നാമത് പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിനിയസ് പ്രൊഡക്റ്റ്, തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചാർക്ക് അല്ലേ. എന്താണ് ഖാദി ക്ലോത്ത്, അതായത് ഖാദി വസ്ത്രങ്ങൾ. കാരണം ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ ആളുകൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മുടേതായ ഖാദി വസ്ത്രങ്ങൾ, എന്താ, നൂല് നെയ്ത് ചർക്കയിൽ നൂൽ നൂറ്റി എന്ത് ചെയ്തു, ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു, ഹിന്ദി പ്രചരിപ്പിച്ചു അല്ലെ. ഏതൊക്കെയാണ് ദേശീയ വിദ്യാലയങ്ങൾ? കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ്, ജാമ്യയിലൊക്കെ ആ സമയത്ത് ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങളാണ്. എന്തായിരുന്നു ലക്ഷ്യം? സെക്യുലറിസം, മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ഒരു അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എസ് എങ്ങാനും ചോദിച്ചില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ ചോദ്യം റിപ്പീറ്റ് ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ വേണ്ടി സാധിക്കും. ഖിലാഫത്ത് പ്രസ്ഥാനം അല്ലേ. നമുക്കറിയാം ഇതേ സെയിം പേര് മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് അതേ സമയത്ത് ഇന്ത്യയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു എന്താ, ഈ പറയപ്പെടുന്ന നമ്മുടെ ഖിലാഫത്ത് മൂവ്മെന്റ് അല്ലേ. ഖിലാഫത്ത് പ്രസ്ഥാനം ലീഡേഴ്സ് ആരുടെ? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഇവരെ നമ്മൾ അലി ബ്രദേഴ്സ് എന്ന പേരിൽ വിളിക്കുക അല്ലെ. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ആ 2 പേരും വിളിച്ചേക്കുക. ഇനി എന്താണ്
ഗാന്ധി ഖിലാഫത്ത് ലീഡേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്ത പണി എന്താ? ഗാന്ധിജി എൻഷുർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സജീവമായ പ്രാതിനിധ്യം എവിടെ ഫ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഫ്രീഡം സ്ട്രഗിൾ, സ്വാതന്ത്ര്യ സമരങ്ങളിൽ ഉറപ്പാക്കാൻ ആർക്ക് സാധിച്ചു? നമ്മുടെ മഹാത്മാഗാന്ധി. അപ്പോൾ അതുകൊണ്ട് സജീവമായ മുസ്ലിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ സമരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു? ഖിലാഫത്ത് ലീഡേഴ്സിന്റെ കൂടെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു. എന്നിട്ട് ഗാന്ധി അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, ദ ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് ദ നോക്ക് ആൻഡ് കോൺ ഓഫ് ദ നാഷൻ. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലേക്കും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം സ്പ്രെഡ് ചെയ്യിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ദ ഹിന്ദു മുസ്ലിം ഐക്യം ഹിന്ദു മുസ്ലിം യൂണിറ്റി വാസ് ഇന്റൻസിഫൈഡ്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് വേണമെങ്കിൽ 2 മാർക്കിന് ചോദ്യമായിട്ട് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? എന്തായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ? ഈ 2 കാര്യം എഴുതി വെച്ചാൽ മതി. ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്താൻ സാധിച്ചു. അല്ലേ? കൃത്യമായി നിങ്ങളത് നോട്ട് ചെയ്തു വെക്കണം. അതിന്റെ കൂടെ ഏറ്റവും അവസാനമായി കൊണ്ട് എങ്ങനെയാണ് ചൗരി ചൗര ഇൻസിഡന്റ്, എങ്ങനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. വേണമെങ്കിൽ 1 വേർഡിന് ഈ ഒരു ടച്ച് സാധനം ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് 22 പോലീസുകാർ മരണപ്പെട്ട ആ സംഭവം ഉത്തർപ്രദേശ് അല്ലേ? ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പരിപാടി കഴിഞ്ഞു. ഇത്രയുമാണ് ഒരു എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ, നിസ്സഹകരണ സമരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണം. 6 മാർക്ക് നിങ്ങളുടെ പോക്കറ്റ് കിട്ടും. റെഡി? ഇനി ഈ ചാപ്റ്ററിന് ഈ ഒരു എസ്സേ അല്ല ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിന് എസ്സേ അല്ലെങ്കിൽ ചോദിക്കുക, പിന്നെ ചോദിക്കുന്ന എസ്സേ ഏതാ? ആ ചോദ്യം ഇതാണ്. ഏതാണതാ? ഇതെന്താ? അതല്ല, ഇത് the movement and the personal the movements and the person who had different opinion towards the Gandhian approach played a crucial role in the national struggle in India. Substantiate എന്താണ്? ഗാന്ധിയൻ സമീപനത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു. സാധൂകരിക്കുക. 6 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഗാന്ധിജി മാത്രമല്ല വേറെ ആരും കൂടി ഉണ്ടായിരുന്നു. ഗാന്ധിജി അല്ലാത്ത മറ്റൊരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അൾട്ടർനേറ്റീവ് പാർട്സ് അല്ലെങ്കിൽ എന്താണ് പിന്നെ ബദൽ മാർഗങ്ങൾ എന്ന രീതി നമ്മളിത് പഠിച്ചല്ലേ? അത് കൃത്യമായി ആരൊക്കെ അതുള്ളത്? അതിൽ സ്വരാജ് പാർട്ടി അല്ലേ? സ്വരാജ് പാർട്ടി 1923 ഫോം ചെയ്യപ്പെട്ടു അല്ലെ? ആരാ സ്വരാജ് പാർട്ടി നേതാവ്? ഗാന്ധിയൻ ബഹിഷ്കരണ പ്രസ്ഥാനത്തെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റുവും 1923 എന്ത് സ്ഥാപിച്ചു? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചു അല്ലേ? എന്താണ്? they argued for making legislative assembly as a platform for raising the voice and instead of boycotting them and they contest election അല്ലേ? അവരെന്ത് ചെയ്തു? ഗാന്ധിജി ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇലക്ഷൻ ഒരിക്കലും ബഹിഷ്കരിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ ശബ്ദം, നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നമ്മുടെ ശബ്ദം നമ്മൾ ഉയർത്തേണ്ടത് എവിടെയാണ്? ഈ പാർലമെന്റിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് എന്താണ് ഇലക്ഷൻ പങ്കെടുത്ത ആളുകളാണ് ആര്? സ്വരാജ് പാർട്ടി. ഇനി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഫോം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ദ റവല്യൂഷൻ ഫ്രം പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അല്ലെ, ബീഹാർ ആരൊക്കെയാണ്? അവരെവിടെയാണ്? ഗാദർഡ് ഇൻ ഡൽഹി ആൻഡ് ഫോംഡ് ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ 1920. 1928 ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിപ്ലവകാരികൾ എന്ത് ചെയ്യാണ്? ഡൽഹിയിൽ ഒത്തുചേർന്നുകൊണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണ്. ആരൊക്കെ അതിന്റെ പ്രധാന ലീഡേഴ്സ്? ഭഗത് സിംഗ് ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, രാജ്ഗുരു ആൻഡ് സുഖദേവ്. ഈ പേരുകൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ദേ ഫ്ലോട്ടഡ് എ മിലിറ്ററി വിംഗ് കോൾഡ് റിപ്പബ്ലിക്കൻ ആർമി അല്ലേ? അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ആർമഡ് റവല്യൂഷൻ അല്ലെ, ഒരു സായുധ കലാപത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാമെന്നായിരുന്നു അവരുടെ വിചാരം. പക്ഷെ എന്ത് സംഭവിച്ചു? അത് അധികാരം മുന്നോട്ട് പോയി അല്ലേ? നോക്കൂ, their plan was to overthrow colonial government through a military action and establish a freedom republic of Indian state അല്ലേ? പക്ഷെ എന്താ സംഭവിച്ചത്? ലാലാ ലജ്പത് റായുടെ മരണത്തിന് കാരണമായ ആ ഒരു പോലീസ് ലാത്തി ചാർജിന് എന്താണ് പിന്നെ ആഹ്വാനം നൽകിയ ആ ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് കൊല്ലുകയാണ്? ആ രാജ്ഗുരും സുഖദേവും ഭഗത് സിംഗ് കൂടി ചേർന്ന് കൊല്ലുകയാണ്. അവസാനം എന്ത് ചെയ്യാണ്? അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1931 മാർച്ച് 21 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് were hanged to death by ബ്രിട്ടീഷ് ഗവൺമെന്റ്. അവർ എന്ത് ചെയ്യണം? അവരെ തൂക്കിലേക്കാണ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ആരെ പറ്റി പഠിച്ചിരിക്കേണ്ടത്? നമ്മുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ പറ്റി ചോദിച്ചിരിക്കേണ്ടത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആരാണ് ഇത്? 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. ജയപ്രകാശ് നാരായണന്റെ, ഈ പേര് പഠിച്ചു നോക്കുക, JP-യുടെ പേര് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ അരുണ ആസഫിലൊക്കെ ഈ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. അതുപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത് ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവരായിരുന്നു പിന്നീട് നോൺ കോപ്പറേഷൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ന്യൂ ഓർഗനൈസേഷൻ പ്ലേഡ് എ ഡിസിസീവ് റോൾ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ഗാന്ധിജി അടക്കമുള്ള ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് ഇവരായിരുന്നു ഈ സമരത്തിന് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഒളിവിലിരുന്നു കൊണ്ട് നിർത്തുന്നതായിരിക്കും കേട്ടോ. സോ ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും INA ഇതും എന്തിന്റെ കൂടെയാണ്? ആൾട്ടർനേറ്റീവ് പാത്ത് അല്ലേ? ശരിക്കും സുഭാഷ് ചന്ദ്രബോസിന്റെ റോളൊക്കെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട റോൾ അല്ലേ? എന്തൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസ് നോക്കിയുള്ള വേരിയസ് സ്റ്റേജ് ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് ദ സുഭാഷ് ചന്ദ്രബോസ് എക്സ്പ്രസ് ഡിഫറെന്റ് ഒപ്പീനിയൻ ഓഫ് ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് സ്ട്രഗിൾ. മഹാത്മാഗാന്ധിയുടെ സമര രീതിയോട് ഒരുപാട് എതിർപ്പ് സുഭാഷ് ചന്ദ്രബോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പാർട്ടി വിട്ടുപോവുകയും അദ്ദേഹം ഒരു പുതിയ പാർട്ടി ഫോം ചെയ്തു. ആ പാർട്ടിയുടെ പേര് പഠിച്ചു. ആ പാർട്ടിയുടെ പേര് ഫോർവേഡ് ബ്ലോക്ക് അല്ലെ? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹം ഫോം ചെയ്തു. അതുപോലെ തന്നെ എന്താണ്? രാഷ് ബിഹാരി ബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി INA ആര് ഏറ്റെടുക്കുകയാണ്? അദ്ദേഹം ഏറ്റെടുത്തു. അത് വളരെ സെറ്റപ്പ് അദ്ദേഹം കൊണ്ടുപോയി അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഫോമിന്റെ
പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോർ ദ ഫ്രീ ഇന്ത്യൻ സിംഗപ്പൂർ ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ വിത്ത് എയിം ഓഫ് ഫോഴ്സിംഗ് ദ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ അല്ലേ. അപ്പോൾ സിംഗപ്പൂർ ഗവൺമെന്റ് സഹായത്തോടെ സിംഗപ്പൂർ എന്ത് ചെയ്യാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് അദ്ദേഹം എവിടെ ഫോം ചെയ്യാണ്, അവിടെ ഫോം ചെയ്തു, സിംഗപ്പൂർ ഫോം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആർമിയിൽ നിന്ന് ചാൻസി റെജിമെന്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വിങ് ഉണ്ടായിരുന്നു. ലക്ഷ്മി, ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. മലയാളിയായ കേരളീയയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഈ റെജിമെന്റിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന ആളല്ലേ. അതുപോലെ തന്നെ so with the support of Japanese army, Indian National Army marched into the west border of India and hoisted Indian flag in Imphal. അതുപോലെ തന്നെ ജപ്പാൻ ആർമിയുടെ സഹായത്തോടുകൂടി എവിടെ വരെ എത്തി, നമ്മൾ ഇംഫാൽ വരെ എത്തി ഇന്ത്യയുടെ പതാക ഉയർത്തിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് നേതാജി ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടി? എല്ലാവരുടെയും പ്രവർത്തനം രാജ്യത്തിന്റെ സ്വതന്ത്രമായ ലക്ഷ്യം അല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധം പഠിച്ചിരിക്കണം. ഒന്ന് ഇന്റർനാഷണൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പഠിച്ചേക്കുക. അല്ലാതെ വേറെ ഏതെല്ലാം മാർഗ്ഗങ്ങളായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, ഈ രണ്ടും ഈ ചാപ്റ്റേഴ്സും ചോദിക്കാൻ സാധ്യതയുള്ള ഹിസ്റ്ററി ആണ്. ഇത് രണ്ടും പഠിച്ചിട്ട് മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, എവിടേക്ക് പോവുക, നിങ്ങൾ പരീക്ഷ ഇപ്പോൾ ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ പോകുന്നത്, നിങ്ങളുടെ പരീക്ഷ ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ ആയിരിക്കും, ഒരു സംശയമില്ല. ആൻഡ് ബേസിക്കലി നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നിർബന്ധം നിങ്ങൾ മെസ്സേജ് അയക്കണം. നിങ്ങൾ ഇനി ഹെൽപ്പ് സ്പീക്കുന്ന എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാക്കോൾ നിർബന്ധം നിങ്ങൾ മെസ്സേജ് അയക്കണം. എങ്ങനെ ഉണ്ടായി നിങ്ങളുടെ പരീക്ഷ? കാരണം എളുപ്പമായിരിക്കും, കാരണം ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. നിങ്ങൾ റിലാക്സ് ചെയ്ത് പോവുക, അധികം ടെൻഷനൊന്നും അടിക്കാതെ കൂളായിട്ട് പോവുക. ബാക്കി ഡീറ്റെയിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. നിർബന്ധം നമ്മൾ ലൈവിൽ എത്തുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.